പ്രേക്ഷകരെല്ലാം പറഞ്ഞ ഒരു കമന്റ് എന്താ പറയുക, കണ്ണൂർ സ്കോഡ് ശേഷം നല്ലൊരു സ്കോഡ് അല്ലെങ്കിൽ നല്ലൊരു പോലീസ് സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ഫീലാണ് ഇത്. പടം എൻഡ് ചെയ്യുന്നതും അങ്ങനെ ഒരു ഇതിലാണ്. കാരണം ഇനിയും ഒരു നല്ലൊരു കേസിന് വേണ്ടി ആ സ്കോഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു രണ്ടാം ഭാഗം പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമോ? ടോവിനോ ചേട്ടൻ എന്താ പറഞ്ഞു, പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഒരു പ്ലാനും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇന്നലെ ഒരു തിയേറ്ററിൽ പോയപ്പോ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരാണ് പറഞ്ഞത് രണ്ടാം ഭാഗം. അപ്പൊ ഞാനത് വെറും വാക്ക് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാന്നല്ലാതെ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ആ സസ്പെൻസ് വേണ്ട. നമ്മൾ ഇന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും രണ്ടാം ഭാഗം ഉണ്ടാവും. ഞങ്ങൾ അതിന്റെ പ്ലാനിങ് അത് എല്ലാരും ചെയ്യേണ്ടത് കേട്ടോ. ഡയറക്ടറാണ് സാറിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഇതുവരെയും ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് സിനിമ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ. ഇവൻ അങ്ങനെ പറഞ്ഞു അസിസ്റ്റ് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇറക്കി വിടുവാ. എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പം ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും വലിയ ക്രൂവിൻ്റെ കൂടെ ഇതുപോലെ ഒരു സ്റ്റോറി ആയിട്ട് വരാനായിട്ടുള്ള ഒരു ധൈര്യം എവിടുന്നാണ്? എത്ര പടം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്? 4 പടം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ ജോണി ആൻഡി സാറിൻ്റെ കൂട്ടത്തിൽ പയ്യ പയ്യ എന്ന് പറഞ്ഞൊരു മൂവി, പിന്നെ ജിൻ സാറിൻ്റെ കൂടെ തന്നെ ആദം ജോൻ എന്ന് പറയുന്ന മൂവി, പിന്നെ ഹാപ്പി സർദാർ, പച്ച, അങ്ങനെ 4 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല. ഇത് ജോലി എനിക്ക് മനസ്സിലായി. ഈ സിനിമ ചെയ്യാൻ സബ്ജക്ട് തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അത് കേട്ടപ്പം ഒരു 80s 90s ഒരു സിനിമ, അപ്പൊ ഒരു സബ്ജക്ട് നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തോന്നി. പിന്നെ ഒരു ഡയറക്ടർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിനിമ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടായി. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ടുണ്ടായ ഇൻസ്പിറേഷൻ. ഒരു